ഹേ ഗൈസ്, നവാഗതനായ ശ്രീരാജ് ശ്രീനിവാസൻ രചനയും സംവിധാനവും നിർവഹിച്ച് അൻവർ റഷീദ് എന്റർടൈൻമെന്റിന്റെ ബാനറിൽ സൗബിൻ ഷാഹിർ, ബേസിൽ ജോസഫ്, അതുപോലെ തന്നെ ചെമ്പൻ വിനോദ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഇന്ന് റിലീസായിട്ടുള്ള സിനിമയാണ് പ്രാവിൻകൂട് ഷാപ്പ്. സിനിമയുടെ പേര് പോലെ തന്നെ പ്രാവിൻകൂട് എന്ന് പറയുന്ന ഒരു ഷാപ്പിൽ ഒരു കൊലപാതകം നടക്കുകയും അത് അന്വേഷിക്കാനായിട്ട് വളരെ അപ്രതീക്ഷിതമായിട്ട് ബേസിൽ ജോസഫ് അവതരിപ്പിക്കുന്ന ആ ഒരു പോലീസുകാരനായിട്ടുള്ള കഥാപാത്രം അവിടേക്ക് എത്തുകയും അതിനുശേഷം സംഭവിക്കുന്ന കാര്യങ്ങളാണ് സിനിമ പറയുന്നത്. നമ്മൾ ഓൾറെഡി ട്രെയിലറിൽ കണ്ടതുപോലെ തന്നെയാണ് സ്റ്റോറി പോകുന്നത്. പക്ഷേ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു രീതിയിലുള്ള ഒരു കേസ് അന്വേഷണം അല്ല ഈ സിനിമയുടെ. ഒരു പുതിയൊരു അറ്റംപ്റ്റ്, പുതിയൊരു ജോണർ പിടിച്ച പോണക്കാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. മലയാള സിനിമയിൽ സ്ഥിരമായിട്ട് കാണാത്തൊരു ഒരു ശൈലിയാണ് ഈ സിനിമയിൽ കൊണ്ടുവന്നേക്കുന്നത്. സിനിമയിൽ വലിയൊരു താരനിര തന്നെയാണ് ഉള്ളത്. ബേസിൽ, സൗബിൻ, ചെമ്പൻ വിനോദ് എന്നിവരെ കൂടാതെ ചാന്ദിനി ശ്രീധരൻ, അതുപോലെ തന്നെ ശിവജിത്ത്, കൽക്കി എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് വില്ലനായിട്ട് വന്ന പുള്ളി, രേവതി, ശബരീഷ് വർമ്മ, പുള്ളി ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയൊരു താരനിര തന്നെയാണ്. സിനിമയിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് സിനിമയിലെ പെർഫോമൻസുകളാണ്. അതിൽ ഏറ്റവും കിടിലമായിട്ട് തോന്നിയിരിക്കുന്നത് ബേസിൽ ആ റോള് കിടിലമായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ബേസിലിനെ നമ്മൾ വാഴ സിനിമയ്ക്കകത്ത് പുള്ളിക്കാരൻ ഒരു പോലീസ് ഓഫീസറായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്ന് വളരെ ഡിഫറൻ്റ് ആയിട്ട് ഒരു പോലീസ് ഓഫീസറായിട്ടാണ് ഇതിലേക്ക് വരാൻ നേരത്ത്. പിന്നെ സിനിമയുടെ ഹൈലൈറ്റ് എന്ന് തന്നെ പറയുന്നത് സൗബിനാണ്. സൗബിൻ്റെ പ്രകടനം കിടിലം എന്നല്ല, കിടിലം എന്ന് വേണം പറയാം. അത്രയും സൂപ്പറായിട്ടാണ് പുള്ളി ആ റോള് ചെയ്ത് വെച്ചേക്കുന്നത്. ചെമ്പൻ വിനോദിന് നല്ല റോളുണ്ട്. അതുപോലെ തന്നെ ശിവജിത്ത്, പുള്ളി കിടിലോ കേട്ടോ. പുള്ളി ആ സ്ക്രീനിൽ വന്ന് നിൽക്കാൻ നേരത്ത് ശരിക്കും സ്ക്രീൻ നിറഞ്ഞു നിൽക്കുന്നതാണ്. ആ ഒരു ക്യാരക്ടറിന് കറക്റ്റ് ആപ്റ്റായിട്ടുള്ള ആളെ തന്നെയാണ് എടുത്തു വെച്ചേക്കുന്നത്. സൂപ്പറായിട്ടാണ് പുള്ളി ആ റോള് ചെയ്ത് വെച്ചേക്കുന്നത്. പുള്ളിയുടെ ഒരു ഫൈറ്റ് സീനൊക്കെ ഉണ്ട്. ഒരു ബനിയനും നിക്കറും ഒക്കെ ഇട്ടുള്ള ഒരു ഷാപ്പിലുള്ള ഒരു ഫൈറ്റ് സീനുണ്ട്. കിടിലമായിരുന്നു. ഞാൻ ആദ്യമേ പറഞ്ഞ കണക്ക് തന്നെ ടെക്നിക്കൽ വൈസ് സിനിമ വേറെ ലെവലാണ്, ഒരു രക്ഷയില്ല. പിന്നെ ഇത് കൂടാതെ ചാന്ദിനി ശ്രീധരൻ, പുള്ളിക്കാരിയുടെ കിടിലം പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. ഞാനങ്ങനെ ഒരുപാട് സിനിമയൊന്നും കണ്ടിട്ടില്ല പുള്ളിക്കാരി അഭിനയിച്ചേക്കുന്നത്. പക്ഷേ ഇതിനകത്ത് അടിപൊളിയായിട്ട് ആ ഒരു ക്യാരക്ടറായിട്ട് ശരിക്കും സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സിനിമയിൽ മൊത്തത്തിൽ ഒരു ഡാർക്ക് ഹ്യൂമറാണ് മൊത്തത്തിൽ പിടിച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് ഡബിൾ മീനിങ് പരിപാടിയൊക്കെ ഉണ്ട് സിനിമയ്ക്കകത്ത്. പക്ഷെ ആ ഒരു സിനിമയുടെ പശ്ചാത്തലം അതായതുകൊണ്ട് എനിക്കതങ്ങനെ ബോറായിട്ട് ഫീൽ ചെയ്തില്ല. സിനിമയിൽ അത് കറക്റ്റായിട്ടാണ്. കോമഡിയൊക്കെ ഭയങ്കര കോമഡി എന്നല്ല, കുറച്ച് ബേസിലിൻ്റെതായ കുറച്ച് കൗണ്ടറുകളുണ്ട്. അതുപോലെ തന്നെ ബേസിലിൻ്റെ സീനിയർ ഓഫീസറായിട്ട് അവതരിപ്പിക്കുന്ന ഒരു നടനുണ്ട്. പുള്ളിയും അത്യാവശ്യം അടിപൊളിയായിരുന്നു. പുള്ളിയും അത്യാവശ്യം തമാശയൊക്കെ ചെയ്ത് കുഴപ്പമില്ലായിരുന്നു. പക്ഷേ സിനിമ ഞാൻ ഈ പറഞ്ഞ കണക്ക് പ്രകടനങ്ങൾ കൊണ്ടും അതുകൊണ്ട് തന്നെ ടെക്നിക്കൽ സൈഡാണ് സിനിമയുടെ ഏറ്റവും കിടിലം എന്ന് പറയേണ്ടത്. അത് പറയാതിരിക്കാനായിട്ട് പറ്റത്തില്ല. എസ്പെഷ്യലി ഇതിൻ്റെ BGM, മ്യൂസിക് ചെയ്തിരിക്കുന്നത് വിഷ്ണു വിജയാണ്. കിടിലം മ്യൂസിക് എന്ന് പറഞ്ഞാൽ BGM എന്നൊക്കെ പറഞ്ഞാൽ കിടിലമാണ്. ആ സിനിമയ്ക്ക് എന്താണോ ആവശ്യം, അല്ലെങ്കിൽ ആ സിനിമയെ എത്രത്തോളം എലിവേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അത്രത്തോളം ചെയ്തിട്ടുണ്ട് വിഷ്ണു വിജയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്ന ഷൈജു ഖാലിദാണ്. പുള്ളിയെ പറ്റി പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ, ഒരു രക്ഷയില്ലായിരുന്നു. കിടിലോ എന്ന് പറഞ്ഞാൽ കിടിലം. അതുപോലെ തന്നെ എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത് ഷഫീഖ് മുഹമ്മദ് അലിയാണ്. കിടിലമായിരുന്നു. അതായത് ടെക്നിക്കൽ സൈഡിൽ സിനിമ എല്ലാം, കളറിങ് ആയിക്കോട്ടെ, കളർ ഗ്രേഡിങ്ങും കിടിലമായിരുന്നു. അതുപോലെ തന്നെ എല്ലാ മേഖലയും ടെക്നിക്കൽ സൈഡ് നോക്കുവാണെങ്കിൽ സിനിമ വളരെ മികച്ചതായിട്ട് നിൽക്കുന്നു. ഇനി സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ സിനിമ ഫസ്റ്റ് ഹാഫ് എനിക്ക് വലിയ കുഴപ്പമില്ലാതെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പോയേക്കുന്നത്. പക്ഷെ സെക്കൻഡ് ഹാഫിലേക്ക് വരാൻ നേരത്ത് സിനിമ കുറച്ച് ഇഴയുന്ന പോണക്ക്, കുറച്ച് സിനിമ താഴേക്ക് പോയോ, ആവശ്യമില്ലാത്ത കുറച്ച് സീനുകളൊക്കെ സിനിമയിലേക്ക് കൊണ്ടുവന്നോ എന്നൊരു തോന്നൽ വന്ന്. സെക്കൻഡ് ഹാഫിൽ സ്ക്രിപ്റ്റിൽ കുറച്ച് പോരായ്മ സംഭവിച്ചു എന്നാണ് എനിക്ക് തോന്നിയേക്കുന്നത്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ സിനിമ ഒരു ആവറേജ് എക്സ്പീരിയൻസ് ആണ്. എനിക്ക് ട്രെയിലർ കണ്ടപ്പോൾ മുതൽ ഈ ഒരു സിനിമയോട് ഭയങ്കര പ്രതീക്ഷയായിരുന്നു. നവാഗതനായ സംവിധായകനാണ് എന്നതൊഴിച്ചാൽ പ്രൊഡ്യൂസ് ചെയ്തേക്കുന്ന അൻവർ റഷീദാണ്. അതിൻ്റെ ഒരു ക്വാളിറ്റി ഉണ്ടാവും. പിന്നെ ബേസിൽ, സൗബിൻ, ചെമ്പൻ വിനോദ് ആ ഒരു ഷാപ്പിൽ വളരെ ഡിഫറെൻ്റ് ആയിട്ട് ഷാപ്പിൽ നടക്കുന്ന ഒരു കേസ് അന്വേഷണം. അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും എന്നുള്ള പ്രതീക്ഷയിലും നല്ലൊരു എന്താ പറയണ്ടേ ഒരു കിടിലം ത്രില്ലർ കാണാനായിട്ടുള്ള പ്രതീക്ഷയിലാണ് ഞാൻ പോയത്. പക്ഷേ എനിക്കൊരു ആവറേജ് എക്സ്പീരിയൻസ് ആണ് സിനിമ തന്നത്. അല്ലെ ആവറേജിനും ഒരു പടി മുകളിൽ. സിനിമ ടെക്നിക്കൽ വൈസ് പ്രകടനങ്ങൾ കൊണ്ടും
എല്ലാ സിനിമ മുന്നിട്ട് നിൽക്കുമ്പോഴും സ്ക്രിപ്റ്റിലെ ചില പോരായ്മകൾ കുറച്ച് സിനിമയെ താഴേക്ക് വലിക്കുന്നുണ്ട്. എനിക്കൊരു ആവറേജ് ത്രില്ലറായിട്ടാണ് തോന്നിയേക്കുന്നത്. പക്ഷേ സിനിമ മോശമാണ് എന്നല്ല, സിനിമ കൊള്ളാം, സിനിമ കണ്ടുകൊണ്ടിരിക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്താണ് പറയേണ്ടത്, ആ ഒരു ട്രെയിലറും അൻവർ റഷീദിന്റെ ആ ഒരു പ്രൊഡക്ഷൻ സിനിമ വരുമെന്ന് പറയുമ്പോൾ നമ്മളിലുണ്ടാകുന്ന ഒരു പ്രതീക്ഷയ്ക്കൊത്ത് അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്ക് ഒരു എക്സലന്റ് എന്നോ എക്സ്ട്രാ ഓർഡിനറി എന്നൊന്നും പറയാനായിട്ടുള്ള ഒരു ത്രില്ലറായിട്ട് തോന്നിയില്ല. പക്ഷെ മോശമല്ലാത്തൊരു ത്രില്ലറായിരുന്നു. സിനിമ കൊള്ളായിരുന്നു, പ്രകടനങ്ങൾ കൊണ്ടും ടെക്നിക്കൽ വൈസും സിനിമ വളരെ മികച്ചതായിട്ട് നിൽക്കുന്നത്. പിന്നെ സംവിധായകനെ എടുത്തു പറയണം, പുള്ളിയുടെ ആദ്യ സിനിമയാന്ന് ഒരിക്കലും തോന്നത്തില്ല കേട്ടോ. അത്രയ്ക്കും ശ്രീരാജ് ശ്രീനിവാസൻ, ആ പേരൊന്ന് ഓർത്തു വെച്ചു. പുള്ളി നല്ല കഴിവുള്ള ഒരു ഡയറക്ടറാണ്. സ്ക്രിപ്റ്റിൽ പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ട്, പക്ഷെ അതുകൊണ്ടൊരിക്കലും ആ സംവിധായകന്റെ എന്താ പറയണ്ടേ, സംവിധായക മികവിന് മോശമായിട്ട് സംഭവിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പുള്ളി ഇനിയും നല്ല സിനിമകൾ മലയാളത്തിൽ കൊണ്ടുവരും എന്ന് തന്നെയാണ് തോന്നുന്നത്. ഇത്രയും കിടിലം ഡയറക്ഷനായിരുന്നു. എന്താ പറയണ്ടേ, ആദ്യ സിനിമയാന്ന് കാണുന്ന ഒരാൾക്ക് പോലും തോന്നാത്ത രീതിയിലായിരുന്നു സിനിമ. BGM ഒക്കെ ഒരു രക്ഷയില്ലായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ടെക്നിക്കൽ സൈഡിൽ സിനിമ വളരെ മികച്ചു നിൽക്കുന്നു. പ്രകടനങ്ങൾ കൊണ്ടും സിനിമ വളരെ മികച്ചതായിരുന്നു. പക്ഷെ സെക്കൻഡ് ഹാഫ് മുതൽ സിനിമ കുറച്ച് എഴയുന്നുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കി കുറച്ചുകൂടി ഒരു മികച്ച രീതിയിൽ ഒരു സ്ക്രിപ്റ്റ് ആയിരുന്നെങ്കിൽ സിനിമ ഇതിലും മികച്ചതായിരുന്നേനെ എന്ന് തോന്നുന്നു. പുതിയൊരു സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് അടുത്ത ദിവസം വരുന്നത് വരെ ഗുഡ് ബൈ.